ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വനിത വലിയ രീതിയിൽ റിക്കവർ ആയിരിക്കുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി അവർ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. അലോപ്പതിയും ആയുർവേദവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം അവർക്ക് കഴിയാവുന്നതെല്ലാം തന്നെ അവർ പരീക്ഷിച്ച് നോക്കി. അതിലൊന്നും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാതെ കുറഞ്ഞ പ്രോഡക്റ്റുകൾ ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിച്ച സമയത്ത് അവർക്ക് വലിയ രീതിയിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിപൂർണമായിട്ട് അവർ അസുഖം സുഖമായി എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരിക. ആ വ്യക്തിയെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. അവർക്ക് എങ്ങനെയാണ് ഇതിൽ മാറ്റം വന്നിരിക്കുന്നത്. അവരുടെ ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിച്ചിട്ടാണ് മാറ്റം വന്നത് എന്ന് കരുതുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് അസുഖത്തിനുള്ള പ്രതിവിധിയാണ്. അങ്ങനെയല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. നമുക്ക് അസുഖം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ട പോഷകങ്ങൾ കുറവാകുമ്പോഴാണ് അസുഖങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുള്ള സപ്ലിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അസുഖം മാറിയെടുക്കാൻ സാധ്യതയുണ്ട്. അസുഖം വരാതിരിക്കാനും അത് ഉപകരിക്കും. അസുഖം വന്ന ആളുകൾക്ക് ഈ പോഷകങ്ങൾ കൃത്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അസുഖത്തിന് പ്രതിവിധിയാവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ആ 2 വർഷം മുമ്പേ ഇവരെ പരിചയമുണ്ട്. അന്നുള്ളതിനേക്കാളും വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്ന സമയത്താണ് ഇവരുമായിട്ടൊരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായത്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇന്ന് കിഷേരി കുഞ്ഞി മാഡത്തിൻ്റെ വീട്ടിലെത്തുന്നത്. കുഞ്ഞി മാഡത്തെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കുഞ്ഞി മാഡം പ്ലീസ് വെൽക്കം. കുഞ്ഞി മാഡം സുഖമാണെന്ന് കരുതുന്നു. കാരണം അന്ന് 2 വർഷം മുമ്പ് കണ്ടതിനേക്കാളും വലിയ രീതിയിലെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അസുഖങ്ങളൊക്കെ പരിപൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് അസുഖങ്ങളുണ്ട്? അസുഖങ്ങൾ ഒരു 10-15 വർഷത്തോളം ഞാൻ അലോപ്പതി മരുന്ന് കഴിച്ചിട്ടുണ്ട്. 15 വർഷമായി. അപ്പൊ എത്ര വർഷം മുമ്പ് ഈ അസുഖങ്ങൾ തുടങ്ങിയിട്ടുണ്ട്? അസുഖങ്ങൾ ഒരു 10-20 വർഷത്തോളമായി. എന്തായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്ന അസുഖം? ആദ്യമായിട്ട് വയറിന് എരിച്ചില് പ്രശ്നങ്ങള്, നെഞ്ചെരിച്ചില്, പിന്നെ വയറ്റിന്ന് ഇങ്ങനെ ബ്ലഡ് പോകുന്ന പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിനാണ് നിങ്ങൾ ആദ്യമായിട്ട് അസുഖത്തെ കാണിക്കുന്നത്? പിന്നെ ഡോക്ടർ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കാൽമേല് മുറിവുണ്ടായി എൻ്റെ അടുത്ത്. കാൽമേല് മുറിവുണ്ടായി. അപ്പൊ ഈ മുറിവാണ് കാണിക്കാനാണ് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ അങ്ങനെ ഓപ്പറേഷൻ കുറെ മരുന്ന് കഴിച്ചതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തരാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു പേടി തോന്നി. ആ പേടി ഓപ്പറേഷൻ ചെയ്യുന്നതിന്. അപ്പോഴാണ് ഞാൻ പ്രകൃതി. അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഹോമിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് അലോപ്പതി ആയുർവേദം ചെയ്തിട്ടുണ്ട്. ഇത് 3 ചെയ്തിട്ട് മാറ്റം കിട്ടാഞ്ഞിട്ടാണ് അലോപ്പതി ചെയ്തത്. ഈ അലോപ്പതി ഏകദേശം എത്ര കാലം? അലോപ്പതി ഏകദേശം ഒരു 10-15 വർഷത്തോളം അലോപ്പതി. അതിലിടക്ക് മാറിയാണ് ഇത് ചെയ്യുന്നത്. മാറി ആയുർവേദത്തിന് പോകും, അലോപ്പതി കഴിക്കാം. നമുക്ക് ഏതിലാണ് മാറ്റം കിട്ടാന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങോട്ടും അങ്ങനെ മാറി കഴിച്ചോണ്ടിരിക്കും. അതിലാണ് ലാസ്റ്റ് ഈ മുറിവ് ഉണങ്ങാൻ വേണ്ടിട്ട് മുറിവിന് ഇങ്ങനെ കെട്ടും ചെയ്യും. ഡോക്ടറെ അടുത്ത് പോയി മുറിവ് കെട്ടിത്തരും. അങ്ങനെ ഇതൊന്നും ഉണങ്ങാത്തപ്പോഴാണ്. അപ്പം നടക്കാതെ കഴിയില്ല. ഓര് പറഞ്ഞ കാലിൽ നീട്ടി തന്നെ ഇരിക്കണം. അപ്പൊ നടക്കാതെ കഴിയില്ല. അപ്പൊ അങ്ങനെ സമയത്താണ് ഡോക്ടർ പറഞ്ഞ് കോളേജിലേക്ക് എത്തിച്ചേരാറിന്. അങ്ങനെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അപ്പൊ എനിക്കൊരു പേടി തോന്നി. അപ്പോഴാണ് ഞാൻ പ്രകൃതി ചികിത്സക്ക് പോയത്. 3 വർഷത്തോളം പ്രകൃതി ചികിത്സ ചെയ്ത് 3 വർഷത്തോളം താമസിച്ച ഒരു മാസം പോലെ താമസിച്ചു. പിന്നെ ബാക്കി ഉള്ള കാലങ്ങളിലൊക്കെ വീടുകളിൽ അതേ ചിട്ടയിൽ യോഗ ചെയ്തും ആ ഭക്ഷണം കഴിച്ചും പച്ചവെള്ളം കുടിച്ചും വെയിൽ കൊണ്ടും ഭക്ഷണം മാത്രം കഴിച്ചിട്ട് വേറൊന്നും കഴിക്കാൻ പറ്റില്ല. ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ 3 വർഷത്തോളം ഞാൻ ജീവിച്ചു. അതിന്റെ റിസൾട്ട് ചെയ്യുമ്പോൾ മാത്രം റിസൾട്ട് ഉണ്ടാവും. കുറച്ചൊന്ന് പാകപ്പേവ് പറ്റിയാൽ അപ്പം പിന്നെ മാറ്റം വരും. അങ്ങനെയാണ് ഈ ഉൽപ്പന്നങ്ങളിലേക്ക് വന്നത്. അങ്ങനെയാണ് ഒരു ദിവസം നമ്മളെ ഒരു മാഡം ഇത് ഉൽപ്പന്നത്തിന്റെ പറ്റി എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ അവര് അങ്ങനെ ഒരു മാഡം കൊണ്ട് നമ്മളെ മുകളിലുള്ള ലീഡർ മാഡം കൊണ്ട് പ്രൊഡക്റ്റ് കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് വന്നു. എന്തെല്ലാന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആ പ്രൊഡക്റ്റ് വാങ്ങി കൊടുത്ത് ഞാൻ പൈസയും കൊടുത്ത് അങ്ങനെ ബില്ലടിക്കണം എന്ന് പറഞ്ഞ് മാഡം എന്നെ കൂട്ടിക്കൊണ്ട് എന്റെ പേരിൽ ബില്ല് അടിച്ചു. അങ്ങനെ പ്രൊഡക്റ്റ് ഇവിടെ എത്തി. പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് അങ്ങനെ മീറ്റിങ്ങിലൊക്കെ പോയി വന്ന് ഓരോരുത്തർ ചോദിച്ചും പറഞ്ഞും വന്നു. ഓരോരുത്തർ അങ്ങനെ നോനി ജ്യൂസും നമ്മളെ ഡീറ്റോക്സും ഈ നോനി ജ്യൂസും ഡീറ്റോക്സും പിന്നെ ഫ്ലാക്സ് ഓയിലും 3 കഴിച്ചു. ഇത് 3 കഴിച്ചു. പിന്നെ അതിന്റെ കൂടെ ത്രിഫലയും കഴിച്ചു. ത്രിഫല കഴിച്ചു. അംല ജ്യൂസും കഴിച്ചു. ഇതെല്ലാം കഴിച്ച് അങ്ങനെ വയറ് ഒരുവിധം ക്ലിയർ ആയി മാറി. പിന്നെ ഈ രക്തം പോണതിനുള്ള പ്രശ്നങ്ങൾ, മലത്തിന്റെ കൂടെ രക്തം പോണ് പറഞ്ഞില്ലേ, അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്ന് അങ്ങനെ പരിപൂർണമായിട്ട് ഇങ്ങനെ ഓരോന്നും അതിന് അന്നൊന്നും മാറ്റം വന്നിട്ടില്ല. മറ്റതിനൊക്കെ മാറ്റം വന്നു. ഭക്ഷണം കഴിക്കാൻ പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോ കുറേശ്ശെ ഭക്ഷണം കഴിക്കാൻ പറ്റി. 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് കഴിച്ചു തുടങ്ങി. പിന്നെ ആ സമയത്തൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? ഇല്ല, ആ സമയത്ത് പിന്നെ മരുന്ന് ഉപയോഗിക്കുന്നു. മരുന്ന് നിർത്തിയത് എങ്ങനെയാണ്? മരുന്ന് നിർത്തിയത് ഞാനിത് അപ്പൊ അങ്ങനെ ഇത് മരുന്ന് കഴിച്ച് ആകെ ഇതായിനെ.
ബോഡിയൊക്കെ പറ്റ ബോഡിയൊക്കെ പറ്റ ക്ഷീണിച്ച് പിന്നെ നടക്കാൻ പറ്റാതായി. നടക്കാൻ പറ്റാതെ വെച്ചാല് ഇംഗ്ലീഷ് മരുന്നിനോട് അമ്മ ഈ പ്രകൃതി പോയാന്ന് പ്രകൃതി ചെയ്യുമ്പോ ഓല് ഇംഗ്ലീഷ് മരുന്നിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ അതിന്റെ ഗുണദോഷങ്ങളൊക്കെ അവിടുന്ന് സാറ് പറഞ്ഞിരുന്നു. അവിടുന്ന് സാറ് പറഞ്ഞിരുന്നു. അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലായി ഇംഗ്ലീഷ് മരുന്നിനെ പറ്റിയിട്ട്. അപ്പൊ അത് പറ്റ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് ഒഴിവാക്കും വേണം, നല്ല നമുക്ക് അസുഖം മാറുകയാണ്. പ്രകൃതിയിൽ ഇപ്പൊ ഒന്നും ചെയ്യില്ല. അതിന് മരുന്ന് ഭക്ഷണല്ലേ, ഭക്ഷണമാണ് ഔഷധം. ആ ഭക്ഷണമാണ് ഔഷധം എന്ന് പറഞ്ഞത്. ആയുർവേദം അതിലിടക്ക് എടുത്തിരുന്നു. ഈ പ്രകൃതി പോയതിന്റെ ശേഷം ആയുർവേദം എടുത്തിട്ടില്ല. മരുന്നില്ലാത്ത സമയത്താണ് അങ്ങനെ. ഇപ്പൊ എല്ലാ മരുന്നും കഴിച്ചിട്ട് ഒഴിവാക്കി കൈ നമ്മൾ നിൽക്കുമല്ലോ. അപ്പൊ ആ നിൽക്കുന്ന സമയത്താണ് ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നത്. അപ്പം അതില് ഞാൻ എപ്പോഴും വിചാരിക്കും, പ്രകൃതി പോയ സമയത്ത് അവിടെ എഴുതി വെച്ചിരുന്നു രോഗിയായി വരിക, ഡോക്ടറായി മടങ്ങുക. അത് ശരിക്കും ഇപ്പോഴാണ് ഞാൻ അനുഭവിച്ചത്. ഉപയോഗിച്ചപ്പോഴാണ് രോഗിയായി വന്നതും ഡോക്ടറായി മടങ്ങിയത്. ഇപ്പൊ ശരിക്കും ഞാൻ അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ഡോക്ടറെ ആദ്യം ഉപയോഗിച്ചത് നോനിയും ഡീറ്റോക്സും നമ്മളതും അംല ജ്യൂസ്, ത്രിഫല, ഫ്ലാക്സ് ഓയിലൊക്കെ കഴിച്ചു. ഫ്ലാക്സ് ഓയിലൊക്കെ വയറിന്റെ തുടങ്ങിയ കൊറിയൻ പിന്നെ കഴിക്കാൻ തുടങ്ങി. പിന്നെ തലവേദന ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ തലവേദന. അതിന്റെ ഏറ്റവും നമ്മളെ റെയ്നാറ്റീവ്, കൊറിയൻ ഇതൊക്കെ ഈ വെരിക്കോസ് വെയിന് വേണ്ടിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങി. ഇന്റലക്റ്റും ഇത് കഴിച്ചത് മൈഗ്രെയിൻ ആയിരുന്നു. പിന്നെ വെരിക്കോസ് വെയിൻ അതിന്റെ കൂടെ മുറിവ് പറയുമ്പോ കൊറിയൻസും കഴിച്ചു നോക്കിന്ന് മാറ്റം വരുന്നു പറഞ്ഞു. അങ്ങനെ കൊറിയൻസും കൂട്ടി കഴിച്ചു. അപ്പൊ മാറ്റം കുറച്ച് മാറ്റം വന്നിരുന്നു. പൂർണ്ണമായിട്ട് മാറ്റം വന്നിട്ടില്ല, കുറച്ച് മാറ്റം വന്ന്. പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കലുണ്ടായിരുന്നു. അതെല്ലാം ഉപയോഗിക്കലുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന്റെ കൂടെ നമ്മള് ചൂടുവെള്ളത്തിലായിരുന്നു കഴിക്കല്, പാലിലൊന്നും കഴിക്കല്, ചൂടുവെള്ളത്തിലായിരുന്നു കഴിക്കല്. അന്ന് തടി കൂടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ചൂടുവെള്ളത്തിൽ കഴിച്ചോണ്ടിരുന്നു. പിന്നെ ബാക്കിയുള്ള ഓരോ ഉൽപ്പന്നങ്ങള് ഇപ്പം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി കൊഴിച്ചില് ട്രീറ്റ് ഓയിലും നമ്മളിതില്ലേ ഇത് രണ്ടും ട്രീറ്റ് ഓയില് നമ്മളെ ഈ വെളിച്ചെണ്ണയില് ട്രീറ്റ് ഓയിൽ വെച്ചിട്ട് ട്രീറ്റ് ഓയിൽ വെച്ചിട്ട് തലയിൽ തേക്കും കുളിക്കുന്നതിന് മുമ്പ്. അതിന്റെ ശേഷം ഇത് കുളിച്ചതിന് ശേഷം ഇത് തേക്കും. അത് ഉപയോഗിക്കും. മുടി കൊഴിച്ചില് പൂർണ്ണമായിട്ട് മാറി. കൊഴിച്ചിലും പിന്നെ പരിപൂർണമായിട്ട് നിറച്ചിരുന്നു, ഫുള്ള് നിറച്ചിരുന്നു. അതിന് കുറെ ഒക്കെ മാറ്റങ്ങൾ വന്നിരുന്നു. എന്നാലും ഫുള്ളായിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം ചില ആളുകൾ പറഞ്ഞു ഇത് ഉപയോഗിച്ച് നിരക്ക് മാറ്റം വരുന്നുണ്ട്. നിരക്ക് മാറ്റം കുറെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഉപയോഗിച്ച് അത് നമ്മള് അതന്നെ ഇത് നമ്മൾ ഉപയോഗിച്ചാണ്. ഇത് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖം കിട്ടും. ഇതിൽ കുറെ പച്ചമരുന്ന് നമ്മൾ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമുക്കൊരു എള്ളിന്റെ വാസന തോന്നും. ഇത് നമ്മള് വലിയ മാറ്റം. പിന്നെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പം ഈ വെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, മുറിവായി നടക്കാൻ പറ്റാത്ത അവസ്ഥ കാലിനും വലിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിനിടെ പറഞ്ഞത് മാറിയെന്ന് പറഞ്ഞു. അപ്പൊ അത് ഏത് ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതിന്? ആ കൊറിയൻസിങ് കഴിച്ച് ഇങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ട് മാറിയില്ല. അങ്ങനെ ആ സമയത്താണ് ഇത് പറഞ്ഞത്. ഈ കോഡിസൺ ഈ പ്രൊഡക്റ്റ് ഇതിന്റെ കയ്യിൽ കിട്ടിയത്. അങ്ങനെ ഇത് ഇറങ്ങിയ സമയത്ത് ഇത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് വാങ്ങി ഇത് ഉപയോഗിച്ച് ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റുള്ള അസുഖങ്ങൾക്കോ? പിന്നെ ഈ തേയ്മാനം ഉണ്ടായിരുന്നു, ഷോൾഡർ തേയ്മാനം, കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അതിനാണ് ഗ്ലൂക്കോസമൈനും കാൽസ്യവും വിറ്റാമിൻ D3, കാൽസ്യം, ഇത് മൂന്നും കഴിച്ചത് അതിനാണ്. ഇത് മൂന്നും കഴിച്ചത് തേയ്മാനം, കൈ ഗ്ലൂക്കോസമിനും കാൽസ്യം കോംപ്ലക്സ് വൈറ്റമിൻ D3 കഴിച്ച്. ഒരു ബോട്ടിൽ ഇത് മൂന്നും ഓരോന്ന് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കൈ പൊന്തിക്കാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് 3 മാസം തുടർന്ന് കണ്ടിന്യൂ കഴിച്ചു. ഇപ്പൊ മാറിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും കഴിച്ചു കൊടുക്കും. സ്ഥിരമായിട്ട് കഴിക്കും. വേദന ഇപ്പൊ അങ്ങനെ ഇല്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ചെറുതായി തോന്നുമ്പോ ഇടയ്ക്ക് കഴിക്കും. ഈ കോഡിസം മിലിറ്റാറി കഴിച്ചതിന് ശേഷം ഉണ്ടായ അനുഭവം എന്താണ്? ഉണ്ടായ അനുഭവം ശരിക്കും നല്ലൊരു ഇതാണ്. എന്താന്ന് പറയാം, അങ്ങനത്തെ ഒരു ഇത് തന്നെ. ആദ്യം കഴിച്ചപ്പം
അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇത് കഴിക്കുന്നതോറും നമുക്കൊരു മാറ്റങ്ങൾ കണ്ടുപിടിക്കും. എനർജിയിൽ മാറ്റം, ക്ഷീണമൊന്നുമില്ലാതെ മാറ്റം, മുറിവിന് മാറ്റം, പരിപൂർണമായിട്ട് മാറ്റം. അങ്ങനെ ഇറങ്ങിയാലും അങ്ങനെയാണ്. അതിന്റെ ശേഷം ഞാൻ പുറത്ത് ഇറങ്ങാൻ കണ്ടില്ലേ. അതിന്റെ ശേഷമാണ് പുറത്തിറങ്ങി പ്രൊഡക്റ്റ് കൊണ്ട് തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും വലിയ മാറ്റം കിട്ടി. എന്നോട് പറഞ്ഞപ്പോൾ ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ കുറച്ച് മിനിറ്റാർ കഴിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങളുണ്ട്, മുറിവൊക്കെ ഉണങ്ങി. അന്ന് മീറ്റിംഗിന് വന്നിട്ട് വന്ന സമയത്ത് കാണിച്ചു മുറിവ് ഉണങ്ങി. അപ്പൊ ഇപ്പൊ പരിപൂർണമായിട്ട് മാറി. ഇപ്പൊ എന്താ അസുഖങ്ങൾ എന്താ ഉള്ളത്? ഇപ്പൊ കാര്യമായിട്ട് അസുഖങ്ങളൊന്നും. ഇപ്പൊ ഭക്ഷണം കഴിക്കണേനോ? ഇപ്പൊ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നത്. എല്ലാ ഭക്ഷണവും കഴിക്കും. അന്ന് ഭക്ഷണം കഴിക്കാതെ കൺട്രോൾ വെച്ചാല് കിഴങ്ങ് വർഗ്ഗങ്ങൾ വയ്യ, പരിപ്പ് വർഗ്ഗങ്ങൾ വയ്യ, ചോറ് വയ്യ, ഇറച്ചി മീനും വയ്യ, ഒന്നും വയ്യ. അങ്ങനത്തെ അവസ്ഥയിലാണ്. ഇപ്പൊ എല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പൊ അൽഫാം വരെ കഴിക്കുന്നുണ്ട്. മധുരം അന്നൊന്നും കൂട്ടുന്നുണ്ട്. മധുരം ഒന്നും ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് ഷുഗറും പ്രഷർ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പ്രൊഡക്റ്റ് കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇപ്പം മേലും കൈ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചെറുപ്പക്കാരി കുട്ടി, ഒരു 40 വയസ്സായ അവർക്ക് നല്ല മേലും കൈ വേദനക്ക് മാറ്റം നൽകി. മേലും കൈ വേദന ശരിക്കും ഒരു മരുന്നും കഴിച്ചിട്ടൊന്നും മാറ്റാത്തതാണ്. അപ്പൊ ഓൾക്ക് ഇത് കൊടുത്തപ്പം നല്ല മാറ്റം ഉണ്ട്. പറഞ്ഞു കൊടുത്ത് പിന്നെ വേറൊരു കാക്കാക്ക് കൊടുത്തിട്ടുണ്ട്. ഓൽക്കും കുറച്ച് മാറ്റം. ഒരു ഡപ്പി കഴിച്ചിട്ട് പിന്നെ ഒരു പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തി വെച്ച്. ഓൽക്കും മാറ്റം ഉണ്ട്, കുറച്ച് മാറ്റം ഉണ്ട്. പിന്നെ എന്റെ മോൾക്ക് ഇതുണ്ടായി. എന്റെ വലിയ മോൾക്ക് വയറ്റിൽ ഇങ്ങനെ അണ്ടാശയത്തിൽ മുഴയുണ്ടായി. ഒരു പ്രകൃതിയിലെ പോയിട്ട് പോയിരുന്നു. പക്ഷെ എന്നാലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തൈറോയിഡ് ഉണ്ടായിരുന്നു. തൈറോയിഡിന് ഓൾക്ക് നോനി ജ്യൂസും പിന്നെ അതേപോലെ നമ്മളെ ഫ്ലാക്സ് ഓയിലും അങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ടാണ് തൈറോയിഡൊക്കെ മാറി. ഫ്ലാക്സ് ഓയിൽ തൈറോയിഡ് ഇല്ല. ഇപ്പൊ നോർമലാ. തൈറോയിഡ് നോനീസും ഫ്ലാക്സ് ഓയിലും എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് ഈ തൈറോയിഡ്. അത് മാറ്റമുണ്ട്. പിന്നെ എന്താ 2-3 ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു. ഫ്ലാക്സ് ഓയിലും നോനീസുമാണ് കാര്യമായിട്ട് കഴിച്ചത്. പിന്നെ ത്രിഫലയും അങ്ങനത്തെ നമ്മളെ ക്രിൽ ഓയിൽ അതൊക്കെ നിങ്ങളെ എക്സ്പീരിയൻസ് ആണ് ഇവർക്കൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ ആരെ കണ്ടാലും ഞാൻ പറയും ഇങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടേക്കും. ഞാൻ അവരോട് പറയും, ഞാൻ എല്ലാവരോടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. അങ്ങനെ പറയും. ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇത് നമുക്ക് എല്ലാവർക്കും അത് ഓർക്ക് കേൾക്കണത് ഒരു ഇതുണ്ടോ, നമുക്ക് കേൾക്കണേ കൊണ്ട് തൃപ്തി, മാനസികമായ തൃപ്തി ഉണ്ടോ ഇല്ലേ, ഇപ്പൊ നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറയാനുള്ള ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ അനുഭവം പറയുന്നത്. നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ഏറ്റെടുക്കാം. ഞാൻ ഏറ്റെടുത്ത് എനിക്ക് മാറ്റമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. കുഞ്ഞുമേടത്തിന്റെ അനുഭവമാണ് കേട്ടത്. അതായത് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് എണീറ്റ് നടക്കാൻ പറ്റാതെ കിടപ്പിലായിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നീച്ചിട്ട് ഒരു യുവാവിനെ പോലെ അല്ലെങ്കിൽ യുവതിയെ പോലെ നടന്നുകൊണ്ട് നമ്മൾ മുമ്പിൽ വെക്കുന്നു. ഒരുപാട് പ്രകൃതി ചികിത്സയും അതുപോലെ തന്നെ ആയുർവേദ അലോപ്പതി ഒക്കെ കഴിച്ചിട്ട് മാറ്റം വരാത്തതാണ് ഈ ഫുഡ് സപ്ലിമെന്റ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നത്. അവസാനമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് കോഡിസെപ്പ് മിലിറ്റാറിയ. ഇത് ഇവർ പറയുന്നത് ഈ ഉൽപ്പന്നം ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ വെരിക്കോസിന്റെ മുറിവ് പോലും മാറിപ്പോയിരുന്നു. വെരിക്കോസ് വന്ന് പൊട്ടിയിരുന്നു. അത് എനിക്കറിയാമായിരുന്നു. അതുവരെ മാറി എന്നുള്ളത് ഈ കോഡിസെപ്പ് മിലിറ്റാറിയ എന്നുള്ള ഈ ഉൽപ്പന്നം കഴിച്ചതിന് ശേഷം അത്രമാത്രം റിസൾട്ടാണ്. എന്നാൽ ഇതൊന്നും മരുന്നല്ല, ആർക്കും ഉപയോഗിക്കാനും പറ്റും. കാരണം ഫുഡ് സപ്ലിമെന്റ് ആണ്. ആരോഗ്യമുള്ള സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി ആരോഗ്യമില്ലാത്ത അസുഖം വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. അപ്പം അതിന് പ്രതിവിധിയായിട്ട് കൊടുത്ത സമയത്താണ് ഇവർ ഇതേ രീതിയിലേക്ക് അവർക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം തന്നെ മോദി കെയറിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റുകളാണ്. ലോകത്ത് എവിടെയാണോ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത് അത് കൊണ്ടുവന്നിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. മറ്റ് ഒരു പ്രോഡക്റ്റിനും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്ര നല്ല ക്വാളിറ്റി എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ഇവരെ പോലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് വലിയ രീതിയിൽ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.